കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ വാർഡ് വിഭജനത്തിൽ എതിർപ്പുമായി UDF വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്നും വിഷയത്തിൽ CPM രാഷ്ട്രീയം കളിക്കുകയാണെന്നുമാണ് ആരോപണം. വാർഡ് വിഭജനത്തെ രാഷ്ട്രീയപരമായി നിയമപരമായി നേരിടുമെന്ന് UDF നേതാക്കൾ പറഞ്ഞു. അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് വാർഡ് വിഭജനം വീണ്ടും ചർച്ചയാകുന്നത്. വാർഡ് വിഭജനത്തിന്റെ കരട് റിപ്പോർട്ട് പുറത്തിറങ്ങിയതിന് പിന്നാലെ ആരോപണവുമായി UDF നേതാക്കൾ രംഗത്തെത്തി. CPIM-ന് വേണ്ടി വാർഡ് വിഭജനം നടത്തിയെന്നാണ് പ്രധാന ആരോപണം. കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രധാന UDF കേന്ദ്രങ്ങളായ വലിയങ്ങാടി, ചാലപ്പുറം, പാളയം, പന്ന്യങ്കര തുടങ്ങി 10ഓളം വാർഡുകളെ കീറിമുറിച്ചാണ് വാർഡ് വിഭജനം നടത്തിയതെന്നും UDF ആധിപത്യമുള്ള വാർഡുകൾ LDF-ന് കൈപ്പിടിയിലാക്കാൻ നടത്തിയ ആസൂത്രിത ശ്രമമാണ് ഇതിന് പിന്നിലെന്നും UDF ആരോപിച്ചു. ഉപതെരഞ്ഞെടുപ്പുകൾ പോലും കനത്ത പ്രഹരമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് മറികടക്കാൻ ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കുടില തന്ത്രങ്ങളാണ് CPM-ഉം LDF-ഉം ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അശാസ്ത്രീയവും അസംബന്ധവുമാണ് ഈ വിഭജനത്തിൽ ഇപ്പോൾ CPM സ്വീകരിച്ചിരിക്കുന്ന രീതി. പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന മഹത്തായ ഒരു സങ്കല്പം, ഗ്രാമസ്വരാജ്, ഇതിനൊക്കെ പൂർണ്ണമായും തകർക്കുന്ന രൂപത്തിലാണ് കേവലം വിജയത്തിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും ഐക്യജനാധിപത്യ മുന്നണി പ്രതിരോധിക്കും. വാർഡുകളും ഡിവിഷനുകളും തീർത്തും അശാസ്ത്രീയമായാണ് വിഭജിച്ചത്. വാർഡ് വിഭജനത്തിന് അടിസ്ഥാനമാക്കിയ കാര്യങ്ങളിൽ വൻ അപാകതയുണ്ട്. ഓരോ വാർഡിനകത്തും വരേണ്ട വീടുകളുടെ എണ്ണത്തിൽ പലയിടത്തും വലിയ അന്തരമുണ്ട്. ഫീൽഡിൽ പോയി നോക്കാതെ CPIM നൽകിയ ലിസ്റ്റ് പ്രകാരമാണ് വാർഡ് വിഭജനം നടത്തിയതെന്നും UDF നേതാക്കൾ ആരോപിക്കുന്നു. ഫീൽഡ് ആപ്പ് ഈ മാപ്പിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് അല്ല. നമുക്ക് അനുബന്ധ രേഖ പരിശോധിക്കുമ്പോൾ വീടുകളുടെ നമ്പറുകൾ പരിശോധിക്കുമ്പോൾ ഉള്ളത്, അതായത് മാപ്പ് പ്രകാരം ഇന്ന ഒരു വാർഡിലാണെന്ന് അനുമാനിച്ച് കാണിച്ചിരിക്കുന്ന വീടുകൾ യഥാകർമ്മം ഇതിലേക്ക് അനുബന്ധം വരുമ്പോൾ അതിലില്ല. അപ്പോൾ ഒരു കൊട്ടക്കണക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി സമർപ്പിക്കാമെന്നുള്ള രീതി, അതല്ലാതെ അശാസ്ത്രീയമായിട്ട് നിർമ്മിച്ച ഈ ഒരു വാർഡ് ലിമിറ്റേഷനുമായി ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയാണ്. മാത്രമല്ല ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, ജനവിധിയെ പേടിച്ചുകൊണ്ട് അതിനെ എങ്ങനെ അട്ടിമറിക്കാന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തത്. വാർഡ് വിഭജനത്തിന്റെ കരട് പട്ടിക പൂർത്തിയായതോടെ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകളുടെ ആകെ എണ്ണം 1762 നിന്നും 1903 ഉയരും. ന്യൂസ് മലയാളം, കോഴിക്കോട്.